ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം. ദില്ലി AKG ഭവനിൽ പോലീസ് എത്തിയിരിക്കുന്നു. CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസാണെന്നാണ് സൂചന. YS അഭിനന്ദാണ് ചേരുന്നത്. അഭിനന്ദിലേക്ക് നമുക്ക് എത്തണം. അതായത് കൃത്യമായി തന്നെ കേസുകൾ പിൻവലിക്കും വിദ്യാർത്ഥികൾക്ക് നേരെയുള്ളത് എന്നതാണ് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിരുന്നത്. അതൊക്കെ ലംഘിക്കപ്പെടുകയാണോ എന്നാണ് അറിയേണ്ടത്. ഐഷി ഘോഷിനെതിരെ പ്രതികാര നടപടിയിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത് എന്ന സംശയമാണുള്ളത്. അവസാന കേസും പിൻവലിക്കാതെ പിന്മാറില്ല എന്ന് CJP വ്യക്തമാക്കിയിരുന്നു. YS അഭിനന്ദാണ് ചേരുന്നത്. അഭിനന്ദ, ഒരു പ്രതികാര നടപടിയാണോ AKG ഭവനിൽ ഡൽഹി പോലീസ് എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്? ഗീത, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. AKG ഭവനിൽ ദില്ലി പോലീസ് എത്തിയിരിക്കുകയാണ്. SFIയുടെ ദില്ലി സംസ്ഥാന ഘടകത്തിലെ സെക്രട്ടറി ആയിട്ടുള്ള ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം ഇപ്പോൾ ഉള്ളത്. CJP പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട കേസാണെന്നാണ് നിലവിൽ സൂചന ഉള്ളത്. എന്തായാലും AKG ഭവനിലേക്ക് ദില്ലി പോലീസിന്റെ സംഘം തന്നെ എത്തിയിരിക്കുകയാണ്. ഐഷി ഘോഷ് എന്നത് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജിക്കൊപ്പം നിരാഹാര സമരം ഇരുന്ന ആളാണ്. ഈ CJP പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള കേസുകളും പിൻവലിക്കുമെന്ന സർക്കാർ അത് ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് CJP സമരമടക്കം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നത്. ഇന്നലെ ബീഹാർ പോലീസും സർക്കാരും വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള പത്രക്കുറിപ്പും പുറത്തിറക്കിയിരുന്നു. ഇപ്പോൾ ഐഷി ഘോഷിനെ ഒരു പ്രതികാര നടപടിയാണെന്ന കൃത്യമായ വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എന്തായാലും AKG ഭവനിൽ ദില്ലി പോലീസിന്റെ ഒരു സംഘം തന്നെ എത്തിയിരിക്കുകയാണ്. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നതെന്നാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി അടക്കമുള്ളവർ അവിടെ ഉണ്ട് എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അങ്ങോട്ടേക്ക് നമ്മളിപ്പോൾ എത്തും. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. വിനീത, അഭിനന്ദ്, ഈ CJP സമരവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പിൻവലിക്കുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കണം ഇങ്ങനൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്? അതോ മറ്റെന്തെങ്കിലും കേസിന്റെ അടിസ്ഥാനത്തിലാണോ? നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? നിരാഹാര സമരം അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഐഷി ഘോഷ് അടക്കമുള്ള ആളുകൾ ഈ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം അത് രേഖപ്പെടുത്തുക, വേദിക്കകത്ത് തന്നെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ദില്ലി പോലീസിന്റെ നരനായകനെതിരെ ശക്തമായ പ്രതിഷേധം ഇനി അങ്ങോട്ട് തുടരുമെന്നും SFIയുടെ ദില്ലി സെക്രട്ടറി ആയിട്ടുള്ള ഐഷി ഘോഷ് വ്യക്തമാക്കുകയും ചെയ്തത്. ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ തന്നെ പ്രചരിക്കുകയാണ്. ഇതിന്റെയൊക്കെ ഒരു പ്രതികാര നടപടിയാണോ എന്നറിയില്ല. അല്പസമയം മുമ്പാണ് ദില്ലി പോലീസ് അവിടെ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂടുതൽ ശേഷം വിശദാംശങ്ങൾ നൽകുക. സായികുമാർ കൂടി ചേരുകയാണ്. സായി, എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ദില്ലി പോലീസിന്റെ നീക്കം എന്താണ്? വിനീത, ഇതൊരു പ്രതികാര നടപടി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്തരത്തിലുള്ള ഒരു കേസുകളും രജിസ്റ്റർ ചെയ്യില്ല എന്ന് ഉറപ്പ് കൊടുത്ത കേന്ദ്രമാണ്. പക്ഷേ ഇപ്പോൾ ഐഷ ഘോഷിനെ CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്യാൻ എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം CJPയുടെ പ്രതിഷേധത്തിൽ CJPക്കൊപ്പം തന്നെ തുടക്കം മുതൽ ഉണ്ടായിരുന്നത് ഇടത് വിദ്യാർത്ഥി സംഘടനകളാണ്. അവിടെ IC ഉണ്ടായിരുന്നു, SFI ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ നേതൃനിരയിൽ അവിടുത്തെ ഒരു SFI സംഘാടകർ അല്ലെങ്കിൽ SFI പ്രവർത്തകരെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്തിക്കുകയും അവിടെ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തത് ഐഷയാണ്. ഐഷ, നമുക്ക് ആ സമരത്തിന്റെ തുടക്കഘട്ടം മുതൽ നമ്മൾ മാധ്യമങ്ങളിലടക്കം കണ്ടതാണ്. സമരത്തിന്റെ മുൻനിരയിൽ തന്നെ ഐഷി ഘോഷ് ഉണ്ടായിരുന്നു. പിന്നീട് CJP പ്രവർത്തകർക്കൊപ്പം തന്നെ നിരാഹാര സമരത്തിലടക്കം പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ ഐസ, SFI, AISF അടക്കമുള്ള ഇടതു വിദ്യാർത്ഥി സംഘടനകൾക്ക് ഈ CJP പ്രവർത്തകർ ഈ അവസാന ഘട്ടത്തിൽ നന്ദി പറയുകയും തുടക്കം മുതൽ തങ്ങൾക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ആ സമരത്തിന് CJP പ്രവർത്തകർക്കൊപ്പം തന്നെ, അല്ലെങ്കിൽ ഇത് രാജ്യവ്യാപകമായി കൂടുതൽ വിദ്യാർത്ഥികളെ സമര കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിൽ SFI വഹിച്ചിട്ടുള്ള പങ്ക്, അതിന് നേതൃനിരയിൽ വഹിച്ചിട്ടുള്ള പങ്ക് എന്നുള്ളത് ഐഷ ഘോഷിയുടെ നേതൃത്വത്തിലാണ്. ഡൽഹിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഐഷ അവിടുത്തെ ഡൽഹിയിലേക്ക് വരുന്ന മറ്റിടങ്ങളിൽ നിന്ന് വരുന്ന SFI പ്രവർത്തകരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ സമരത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണുണ്ടായത്. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ ആദർശ് അടക്കം തുടക്കഘട്ടം മുതൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഡൽഹി പോലീസ് AKG ഭവനിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും അവിടെ വീണ്ടും ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഡൽഹി സെക്രട്ടറിയാണ് ഐഷി ഘോഷ് നിലവിൽ. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് ഐഷ നടത്തുന്നത്. ആ ഒരു സമരത്തിന്റെ ഭാഗമായി എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ഡൽഹി പോലീസ് ഐഷയെ അറസ്റ്റ് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് പറയുന്ന ഡൽഹി പോലീസ് തന്നെ ഇപ്പോൾ വീണ്ടും നടപടികളുമായി മുന്നോട്ട് പോവുകയാണോ എന്ന് വേണം സംശയിക്കാൻ. പാർട്ടി ഓഫീസിൽ കയറി ഒരു പ്രവർത്തകയെ അറസ്റ്റ് ചെയ്താൽ സ്വാഭാവികമായും അതിലെ
ഭാഗമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. കേരളത്തിലടക്കം ഒരുപക്ഷെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് വിനീത. ഇനിയുള്ള നീക്കം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പോലീസുമായി ആശയവിനിമയം നടത്തുന്നു നേതാക്കൾ എന്നാണ് മനസ്സിലാക്കുന്നത്. CPM നേതാക്കൾ ഉൾപ്പെടെ ആശയവിനിമയം നടത്തുന്നെന്നാണ് നമ്മൾ അറിയുന്നത്. ഐഷി ഘോഷ് നമുക്കറിയാവുന്നതുപോലെ CJP സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നയാളാണ്. CJP തന്നെ നന്ദി അറിയിച്ചിരുന്നു. അഭിജിത്ത് ദീപ്കയ്ക്കൊപ്പം സമര മുഖത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തെ വിദ്യാർത്ഥി നേതാവാണ്. SFI ദില്ലി സെക്രട്ടറി ആയിട്ടുള്ള ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദില്ലി പോലീസ് ഇപ്പോൾ AKG ഭവനിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഉണ്ട് എന്ന് കൂടി അറിയുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്തണം. ഏതായാലും പാർട്ടി ഓഫീസിൽ തന്നെ പോലീസ് എത്തുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ മൊഴിയെടുക്കാനോ അങ്ങനെയൊന്നും വിളിപ്പിക്കലല്ല. അതുമാത്രമല്ല സായ്കുമാർ, FIR തന്നെ റദ്ദാക്കും, ഒരു തുടർ നടപടിയും ഉണ്ടാകില്ല എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പല്ലേ? വിനീത, ഇങ്ങനെ ഒരു നടപടിയും ഉണ്ടാകില്ല. ഇപ്പോൾ തന്നെ നമുക്ക് വരുന്ന വിവരങ്ങൾ ഇതൊരു പക്ഷേ മുൻപ് നടന്ന സമരങ്ങളുടെ പേരിൽ ഇപ്പോൾ അറസ്റ്റിന് നീക്കമാണോ എന്ന് സംശയിക്കേണ്ടി വരും. ഡൽഹിയിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു സംഘടനാ പ്രവർത്തക കൂടിയാണ് ഐഷി ഘോഷ്. അതിന്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണോ ഡൽഹി പോലീസ് നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടി വരും. ഇപ്പോൾ അവിടെയുള്ള നേതാക്കളൊക്കെയായി പോലീസ് സംസാരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ പാർട്ടി ഓഫീസിനകത്ത് കയറി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ഡൽഹി പോലീസ് നടത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ നടന്നാൽ ഒരുപക്ഷേ വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഈ CJPയുടെ സമരവുമായി ബന്ധപ്പെട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസുകളുമായി ബന്ധപ്പെട്ടാണോ? മറ്റേതെങ്കിലും കേസാണെങ്കിൽ പോലും ഇപ്പോൾ പെട്ടെന്നൊരു നടപടിയിലേക്ക് പോയത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ അതൊരു പ്രതികാര നടപടി തന്നെ എന്ന് വേണം വിലയിരുത്താൻ. ഏതായാലും ഐഷി ഘോഷിനെ CJP സമരത്തിന്റെ വിദ്യാർത്ഥി സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന SFI നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു നീക്കമാണെന്ന് മനസ്സിലാക്കുന്നു.